ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഹബി സ്റ്റിച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വേറൊന്നുമല്ല, ഇന്ന് നമ്മൾ കാക്കക്കൂടിനെ പറ്റിയിട്ടാണ് നോക്കാൻ പോകുന്നത്. ഇത് നമ്മൾ മുമ്പ് ഉണ്ടായിരുന്നൊരു കാക്കക്കൂടാണ്. ഞാൻ കാറ്റടിച്ചത് താഴോട്ട് വീണപ്പോൾ നമ്മൾ കുട്ടയിലൊക്കെ ആക്കി കെട്ടി വെച്ചതാണ്. തൂവൽ പോലും വരാത്ത കുഞ്ഞുങ്ങളായിരുന്നു, 3 പേരുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ പറന്ന് പോയപ്പോൾ നമ്മളിത് എടുത്ത് വെച്ചിരുന്നതാണ്, കളഞ്ഞതാണ്. ശരിക്കും അപ്പുറത്തെ വിളയിൽ കളഞ്ഞതാണ്, വിളയിലല്ല കേട്ടോ, ഇവിടുത്തെ പെരടത്തിൽ കളഞ്ഞതാണ്. പക്ഷേ അത് കുറച്ച് മഴയൊക്കെ പെയ്തിട്ട് പോലും അതിന് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും, അധികം വലിയ ഡാമേജസ് ഒന്നും ഇല്ലാതെ തന്നെയാണ് ഈ ഒരു കൂടിപ്പോഴും ഉള്ളത്. ഒരു 10 പ്രാവശ്യമെങ്കിലും ഇത് നമ്മളെടുത്ത് ദൂരെ എറിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ എന്നാലും ഇതിനൊരു പ്രശ്നവും വന്നിട്ടില്ല ഇതുവരെ. ഇതിൻ്റെ പുറകു ഭാഗം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ചുള്ളിയൊക്കെ നല്ല വൃത്തിയിലായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ പിടിച്ച് നശിപ്പിച്ചതാണ്. സോ ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് കാക്ക എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു കൂട് നിർമ്മിച്ചിട്ടുള്ളത്. ഈ ബാക്കിലൊക്കെ നല്ലോണം വേസ്റ്റ് പോകാനുള്ള ഒരു ഗ്യാപ്പൊക്കെ ഇതിൻ്റെ അകത്ത് കാക്ക കൊടുത്തിട്ടുണ്ട്. ഒരു വേസ്റ്റ് പോലും കൂട്ടിൽ നിൽക്കത്തില്ല. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈറ്റ് കളറിലുള്ള ഒരു നാരി കാണാൻ സാധിക്കും. ഞാനിപ്പോൾ കാണിച്ചു തരാം, കണ്ടോ. ഇതിന് ശേഷം നിങ്ങൾക്ക് ഞാനിത് വലിച്ചാലും പൊട്ടില്ല, കാണിച്ചു തരാം. കണ്ടോ, കയ്യിലൊക്കെ അടയാളമൊക്കെ വന്നിട്ടുണ്ട്. വലിച്ചാലും പൊട്ടത്തില്ല. ഓക്കെ, കണ്ട് അടയാളം വന്നു. എത്ര ബലപ്പിടിച്ചാണ് ഞാൻ വലിക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കൈയൊക്കെ ചിലപ്പോൾ ഇത് കൊണ്ടുകഴിഞ്ഞാൽ മുറിയും കേട്ടോ. നമ്മുടെ കങ്കൂസ് ഇല്ലേ, ബ്രേസ്ലെറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന കങ്കൂസ് പോലത്തെ ഒരു മെറ്റീരിയലാണ് ഇത്. ഇതെന്തിൻ്റെ വള്ളിയാണ്, ഇത് ചെടിയുടെ ആണോ എന്താണെന്ന് എനിക്കറിയില്ല. സോ അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. സോ ഇവിടെയാണ് കാക്കയുടെ മുട്ട. ആദ്യമേ കാക്ക മുട്ടയിരിക്കും, അതിനുശേഷം മുട്ടയിടുമ്പോൾ ആ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾ താഴെ വീഴാതിരിക്കാനും അതേപോലെ തന്നെ കുഞ്ഞുങ്ങൾക്കൊരു അൺകംഫർട്ട് തോന്നാതിരിക്കാനും വേണ്ടിയിട്ടാണ് കാക്ക ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കൂടുണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ പകുതി താഴോട്ട് ചെറിയൊരു ഭാഗം മാത്രമേ ഇതേപോലത്തെ നാരുള്ളൂ, സോഫ്റ്റ് ആയിട്ടുള്ളൂ. ബാക്കിയെല്ലാം കുറച്ച് റഫ് പോർഷൻസ് ആണ്. സോ അപ്പോൾ ഇത്രയുള്ളൂ ഈ ഒരു കാക്കക്കൂടിൽ പറയാൻ ഇത്രയേ.